Hello dear students, welcome back to ISK is English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിൻ്റെ കൺസർവേഷൻ അല്ലെങ്കിൽ പ്രിസർവേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ആ കൺസർവേഷൻ അല്ലെങ്കിൽ പ്രിസർവേഷൻ്റെ ടെക്നിക്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മളെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടെക്നിക്സ് ആണ്. അതായത് സ്ട്രക്ചറൽ കൺസർവേഷനും അതുപോലെ തന്നെ കെമിക്കൽ പ്രിസർവേഷൻ. സ്ട്രക്ചറൽ കൺസർവേഷനും കെമിക്കൽ പ്രിസർവേഷനും. അപ്പോൾ ഇതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ നമ്മളെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ടോപ്പിക്ക് കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്സ്. ഒന്നാമത്തേത് സ്ട്രക്ചറൽ കൺസർവേഷൻ, അതായത് ഘടനാപരമായിട്ടുള്ള സംരക്ഷണം. അപ്പോൾ നോക്കൂ, ദ ബ്രിട്ടീഷ് ആർ ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്പിംഗ് റിയലൈസേഷൻ ദാറ്റ് മോണുമെന്റ്സ് ഷുഡ് ബി പ്രിസർവ്ഡ്. സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള ആ ബോധം ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ബ്രിട്ടീഷുകാർക്കാണ്. അപ്പോൾ അത്തരം ഒരു ചിന്ത, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സ്മാരകങ്ങളെ പ്രിസർവ് ചെയ്യണം, അത്തരത്തിലുള്ള ഒരു റിയലൈസേഷൻ, ഒരു ബോധം ആളുകളിൽ ഡെവലപ്പ് ചെയ്തുണ്ടാക്കിയത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അതായത് മോണുമെന്റ്സ് ഷുഡ് ബി പ്രിസർവ്ഡ്, സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഫോർ ദെയർ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അവയുടെ ചരിത്രപരമായിട്ടുള്ള സിഗ്നിഫിക്കൻസ്, പ്രാധാന്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി. സ്മാരകങ്ങളുടെ സിഗ്നിഫിക്കൻസ്, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് നിലനിർത്തുന്നതിന് വേണ്ടി ആ സ്മാരകങ്ങളെ പ്രിസർവ് ചെയ്യണം എന്ന ഒരു ബോധം, അത്തരം ഒരു റിയലൈസേഷൻ ആളുകളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. എന്താണ് അതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ചെയ്തത്? ആദ്യമായിട്ട് ദ മദ്രാസ് റെഗുലേഷൻ 7 ഓഫ് 1817, 1817 മദ്രാസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം പാസാക്കി. അതുപോലെ തന്നെ ആൻഡ് ബംഗാൾ റെഗുലേഷൻ ഓഫ് 1810, 1810 ബംഗാൾ റെഗുലേഷൻ എന്ന് പറയുന്ന ആക്റ്റുകളും. അപ്പോൾ ഈ രണ്ട് ആക്റ്റുകൾ were the two earlier laws. ഇവ രണ്ടും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആദ്യകാല നിയമങ്ങളാണ്. അപ്പോൾ ഈ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ attempted to provide a framework for curbing vandalism. വാൻഡലിസത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫ്രെയിംവർക്ക്, ഒരു നിയമ സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുക, അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഈ രണ്ട് ലോസും. അതായത് വാൻഡലിസത്തെ എന്ത് ചെയ്യണം? തടയണം. എന്താ വാൻഡലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ എന്ത് ചെയ്യാം? നശിപ്പിക്കാം. അതായത് മറ്റുള്ളവരുടെ, അത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിലും ശരി, പൊതു വ്യക്തികളുടെ ഉടമസ്ഥതയിലാണെങ്കിലും ശരി, അപ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മിതികളും അതുപോലുള്ള സംവിധാനങ്ങളെയും ഉടമസ്ഥന്റെ അനുമതി കൂടാതെ അതിനെ നശിപ്പിക്കുക, അത്തരം ഒരു പ്രവണതയാണ് എന്ത് ചെയ്യുന്നത്? വാൻഡലിസം. അപ്പോൾ ഇതിനെ നശിപ്പിക്കുന്നതിന്, ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി, വാൻഡലിസത്തെ കൺട്രോൾ ചെയ്യാം, അതിനു വേണ്ടി ഒരു ഫ്രെയിംവർക്ക്, ഒരു നിയമ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രണ്ട് നിയമങ്ങളാണ് ഇത്. മദ്രാസ് റെഗുലേഷൻ 7 ഓഫ് 1817, ദ ബംഗാൾ റെഗുലേഷൻ ഓഫ് 1810, ഈ രണ്ട് നിയമങ്ങൾ. അങ്ങനെ ഈ നിയമങ്ങൾ കൊണ്ടുവന്ന്, ഈ നിയമത്തിലൂടെയാണ്, അതായത് ഈ നിയമം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? താജ്മഹൽ, ടോംബറ്റ്, സിക്കന്ദ്ര, കുത്തുബ് മിനാർ, സാഞ്ചി ആൻഡ് മധുര were among the sites and monuments that in the 19th century received satisfactory funding and care. അതായത് താജ്മഹൽ,
അതുപോലെ തന്നെ ടോംബ് അറ്റ് സിക്കന്ദ്രയിലെ ടോംബ് ശവകുടീരം, കുത്തുബ് മിനാർ, അതുപോലെ തന്നെ സാഞ്ചിയും മധുരയ്ക്ക്, ഇവയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി 19-ാം നൂറ്റാണ്ടിൽ ആവശ്യത്തിന് ഫണ്ടും കെയറും, ഇവയ്ക്ക് ആവശ്യമായ പരിചരണവും ഇവയുടെ സംരക്ഷണത്തിന് ആവശ്യമായ ഫണ്ടും ലഭിക്കുന്നതിന് വേണ്ടി സഹായകമായത് ഈ പറയപ്പെടുന്ന നിയമങ്ങളാണ്. ഇനി 5 സർക്കിൾസ് വേർ എസ്റ്റാബ്ലിഷ്ഡ്. അതായത് നമുക്കറിയാം, ഇത്തരത്തിൽ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട് അവയുടെ സംരക്ഷണവും അതുപോലെ തന്നെ അവയുടെ മെയിൻ്റനൻസുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഏത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാ? ASI അല്ലെ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇനി ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്തു ചെയ്തു? 5 സർക്കിൾസ് വേർ എസ്റ്റാബ്ലിഷ്ഡ്. 5 സർക്കിളുകൾ, 5 കേന്ദ്രങ്ങൾ, പ്രവർത്തന മേഖലകൾ സ്ഥാപിച്ചു, എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ടു ക്യാരി ഔട്ട് ആർക്കിയോളജിക്കൽ വർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പുരാതന വസ്തുക്കളുമായി ബന്ധപ്പെട്ട വർക്കുകൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി. അതായത് ആർക്കിയോളജിക്കൽ വർക്കുകൾ, ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട വർക്കുകൾ, അതാണ് ആർക്കിയോളജിക്കൽ വർക്കുകൾ. ഈ വർക്കുകളെ ക്യാരി ഔട്ട് ചെയ്യാം, അതായത് നടപ്പിൽ വരുത്താം, സുഗമമായിട്ട് ഇത്തരം വർക്കുകളെ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 5 സർക്കിളുകൾ സ്ഥാപിച്ചു. ഈ 5 സർക്കിളുകൾ എന്ന് പറയുമ്പോൾ അതിലൊന്ന് ബോംബെയിലാണ്, മറ്റൊന്ന് മദ്രാസിലാണ്, പിന്നെ മൂന്നാമത്തേത് നോർത്ത് വെസ്റ്റ് പ്രൊവിൻസസ്, അതായത് വടക്ക് പടിഞ്ഞാറ് അല്ലെ, നോർത്ത് വെസ്റ്റ് പ്രൊവിൻസസ്, നോർത്ത് വെസ്റ്റുള്ള പിന്നെ പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ 5-മത്തേത് ബംഗാളിൽ കേട്ടോ. അതായത് ബോംബെയിൽ, മദ്രാസിൽ, അതുപോലെ തന്നെ പിന്നെ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസസ്. അപ്പോൾ എത്രയായി? 4 അല്ലെ, നോർത്ത് വെസ്റ്റ്. 5-മത്തേത് ബംഗാളിൽ. ഇങ്ങനെ 5 സർക്കിളുകൾ സ്ഥാപിച്ചു. ഇനി ഇറ്റ് വാസ് വൈറ്റൽ ഫോർ ദീസ് സർക്കിൾസ് ടു ഡെഡിക്കേറ്റ്. ഈ സർക്കിളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഡെഡിക്കേറ്റ് ദംസെൽസ് ഫുള്ളി ടു കൺസർവേഷൻ എഫേർട്ട്. ഈ സർക്കിളുകൾ പൂർണ്ണമായിട്ടും കൺസർവേഷൻ എഫേർട്ടുകൾ, അതായത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? ഇവയുടെ പ്രവർത്തനം ഡെഡിക്കേറ്റ് ചെയ്യണം. അതായത് ഹിസ്റ്റോറിക്കൽ സൈറ്റുകൾ, ബിൽഡിങ്ങുകൾ, ഇവയുടെ കൺസർവേഷൻ എഫേർട്ടുകൾ, സംരക്ഷണ പ്രവർത്തന പരിശ്രമങ്ങൾക്ക് വേണ്ടി ഈ 5 സർക്കിളുകളും എന്ത് ചെയ്യണം? ഫുള്ളി ഇവയുടെ പ്രവർത്തനങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യണം. സെവറൽ മൊണുമെന്റ്സ് ഹാവ് ബീൻ പ്രിസർവ്ഡ് ലാർജ്ലി. അങ്ങനെ ഇവയുടെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് സ്മാരകങ്ങൾ, സെവറൽ മൊണുമെന്റ്സ്, ഒരുപാട് സ്മാരകങ്ങൾ ഹാവ് ബീൻ പ്രിസർവ്ഡ് ലാർജ്ലി, ഒരുപാട് ലാർജ്ലി, ഒരുപാട് മൊണുമെന്റ്സ്, ഒരുപാട് സ്മാരകങ്ങൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു? പ്രിസർവ് ചെയ്തു. ഇൻ പാർട്ട്, മുഴുവനായിട്ടും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് സ്മാരകങ്ങൾ ഭാഗികമായിട്ട് സംരക്ഷിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ എഫേർട്സ് ഓഫ് റിനൗണ്ട് കൺസർവേറ്റർ ജെ മാർഷൽ. വളരെ അറിയപ്പെട്ട ഒരു ഇത്തരത്തിലുള്ള പുരാതന വസ്തു സംരക്ഷകനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹു എസ്റ്റാബ്ലിഷ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ. അതായത് ഇത്തരത്തിൽ കൺസർവേറ്റ് ചെയ്യാം, പുരാവസ്തുക്കൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? മാർഷൽ. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് മൊണുമെന്റ്സ്, ഒരുപാട് സ്മാരകങ്ങളെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും സംരക്ഷിക്കാൻ കഴിഞ്ഞു. സം ഓഫ് ദീസ് മൊണുമെന്റ്സ്, അങ്ങനെ സംരക്ഷിക്കപ്പെട്ട സ്മാരകങ്ങളുണ്ടല്ലോ, അവയിൽ പലതും ആർ കറന്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. അതായത് ലോക പൈതൃക പട്ടികയുണ്ട്.
അതായത് ഇത്തരത്തിലുള്ള സ്മാരകങ്ങളുടെ ചരിത്ര സംഭവങ്ങളുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഇന്ന് ഇന്ത്യയിലെ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ട പല മൊണുമെന്റ്സിനും ഇടം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ മൊണുമെന്റ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെയധികം സംഭാവനകൾ, വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആര്? കൺസർവേറ്റർ, സംരക്ഷകനായിട്ടുള്ള, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഭാഗമായിട്ടുള്ള മാർഷൽ ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്ട്രക്ചറൽ കൺസർവേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി കെമിക്കൽ പ്രിസർവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ രീതിയാണ്. അപ്പോൾ കൺസർവേഷൻ ടെക്നിക്സ് രണ്ടാണ്. അതിലൊന്ന് സ്ട്രക്ചറൽ കൺസർവേഷൻ, രണ്ടാമത്തേത് കെമിക്കൽ പ്രിസർവേഷൻ. ഇനി നോക്കൂ, എന്താണ് കെമിക്കൽ പ്രിസർവേഷൻ എന്ന് പറയുന്നത്? ദ സയൻസ് ബ്രാഞ്ച് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതായത് പുരാവസ്തു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനമാണ് ഇത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സയൻസ് ബ്രാഞ്ച് എന്ന് പറയുന്ന ബ്രാഞ്ച്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് ഈസ് പ്രിൻസിപ്പലി ഇൻചാർജ് ഓഫ്, ആ ഒരു ബ്രാഞ്ചിനാണ് പ്രധാനമായിട്ടും ഉത്തരവാദിത്വമുള്ളത്. എന്തിൻ്റെ ഉത്തരവാദിത്വം? കെമിക്കലി കൺസേർവിങ് ആൻഡ് മെയിൻറ്റെയിനിങ്, അതായത് രാസപരമായിട്ട് സംരക്ഷിച്ച് നിലനിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അറൗണ്ട് 3593 പ്രൊട്ടക്റ്റഡ് മൊണുമെന്റ്സ്. അതായത് ഇന്ത്യയിലെ 3593 പ്രൊട്ടക്റ്റഡ് മൊണുമെന്റ്സ് ഉണ്ട്, സംരക്ഷിക്കപ്പെടുന്ന, അല്ലെ, കേടുപാട് സംഭവിക്കാതെ നോക്കി സംരക്ഷിക്കുന്ന 3593 മൊണുമെന്റ്സ് ഉണ്ട്, സ്മാരകങ്ങളുണ്ട്. അവയെ രാസപരമായിട്ട് സംരക്ഷിക്കേണ്ടതിൻ്റെ ഇൻചാർജ്, അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സയൻസ് ബ്രാഞ്ചിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സയൻസ് ബ്രാഞ്ച് നോക്കി പോരുന്നുണ്ട്. ഇൻ അഡിഷൻ, എന്തിനു പുറമെ? ഇൻ അഡിഷൻ ടു കെമിക്കലി പ്രിസർവിംഗ് മ്യൂസിയം എക്സിബിറ്റ്സ് ആൻഡ് എക്സ്കവേറ്റഡ് മെറ്റീരിയൽസ് അക്രോസ് ദ കൺട്രി. രാജ്യത്തിലുടനീളമുള്ള എക്സ്കവേറ്റഡ് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖനനത്തിലൂടെ കുഴിച്ചെടുത്ത വസ്തുക്കൾ, അതായത് കുഴിച്ചെടുക്കുന്ന പുരാതന വസ്തുക്കളും, അതുപോലെ തന്നെ മ്യൂസിയം എക്സിബിറ്റ്സ്, അതായത് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന വസ്തുക്കളും. അപ്പോൾ അവയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് ആർക്ക്? സയൻസ് ബ്രാഞ്ചിന്. അപ്പോൾ അതിന് പുറമെയാണ് 3593 പ്രൊട്ടക്റ്റഡ് മൊണുമെന്റ്സിനെ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? സംരക്ഷിക്കേണ്ടതുണ്ട്. ദ ട്രൂത്ത് ചലഞ്ച് ഈസ്, എന്നാൽ ഇവർ നേരിടുന്ന, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത്, പ്രധാന പ്രശ്നം എന്നുള്ളത് ഈസ് ടു പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത് പ്ലാൻ ചെയ്യുക? ദ നെസസറി കൺസർവേഷൻ മെഷേഴ്സ് ടു എൻഷുർ ദാറ്റ് ദിസ് built cultural heritage and these distinctive symbols of our past survive for centuries to come. അതായത് ഇനി വരാനിരിക്കുന്ന ഒരുപാട് നൂറ്റാണ്ടുകൾ, അത്രയും കാലം നമ്മുടെ ബിൽറ്റ് കൾച്ചറൽ ഹെറിറ്റേജും അതുപോലെ തന്നെ ഡിസ്റ്റിങ്റ്റീവ് സിംബൽസ് ഓഫ് അവർ പാസ്റ്റ്, നമ്മളുടെ കഴിഞ്ഞ കാലത്തിൻ്റെ പൈതൃകങ്ങൾ, കഴിഞ്ഞ കാലത്തിൻ്റെ പ്രതീകങ്ങളെയും കേടുവരാതെ നൂറ്റാണ്ടുകൾ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള കൺസർവേഷൻ മെഷേഴ്സ്, സംരക്ഷണ രീതികൾ, ആ രീതികൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അതായത് നമുക്കിപ്പോൾ നിലവിലുള്ള നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ്, നമ്മളുടെ സാംസ്കാരിക പാരമ്പര്യവും അതുപോലെ തന്നെ സിംബൽസ് ഓഫ് അവർ പാസ്റ്റ്, നമ്മളുടെ കഴിഞ്ഞ കാലത്തിൻ്റെ പ്രതീകങ്ങളെയും യാതൊരു കേടും കൂടാതെ നൂറ്റാണ്ടുകളോളം, സെഞ്ചുറീസ് ടു കം, ഇനി വരാനിരിക്കുന്ന നൂറ്റാണ്ടുകൾ, അത്രയും നൂറ്റാണ്ടുകളോളം കേടുകൂടാതെ നമുക്ക് നിലനിർത്താൻ കഴിയും. അത് നമുക്ക് ഉറപ്പുള്ള മെഷർ. അതിനുള്ള
കൺസർവേഷൻ മെഷർ, അതിനുള്ള സംരക്ഷണ രീതി. അതായത് അത്തരമൊരു സംരക്ഷണ രീതിയിലൂടെ ആയിരിക്കണം നമ്മൾ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ്, അതിനുള്ള രീതി പ്ലാൻ ചെയ്യാൻ പറ്റണം. അതായത് ഏതാനും വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ കഴിയുമ്പോൾ ഒരിക്കലും നശിക്കാൻ പാടില്ല. അതായത് നമുക്ക് നൂറ്റാണ്ടുകളോളം എന്ത് ചെയ്യണം, നമ്മളുടെ കൾച്ചറൽ ഹെറിറ്റേജിനെയും അതുപോലെ തന്നെ ഡിസ്റ്റിങ്റ്റീവ് സിംബൽസ് ഓഫ് അവർ പാസ്റ്റ്, നമ്മളുടെ കഴിഞ്ഞ കാലത്തിൻ്റെ പ്രതീകങ്ങളും പൈതൃകങ്ങളും കേടുകൂടാതെ സംരക്ഷിക്കാനുള്ള ഒരു കൺസർവേഷൻ മെഷർ, അതാണ് നമുക്ക് വേണ്ടത്. We need to ensure the conservation of our cultural heritage. നമ്മളുടെ കൾച്ചറൽ ഹെറിറ്റേജ്, സാംസ്കാരിക പാരമ്പര്യത്തെ നമ്മൾ സംരക്ഷിക്കുന്നു എന്ന ഉറപ്പ് നമ്മൾക്ക് വേണം കേട്ടോ. വി നീഡ് ടു എൻഷുർ, കാരണം നമുക്ക് ഉറപ്പ് വേണം. എന്താണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്? കൺസർവേഷൻ ഓഫ് അവർ കൾച്ചർ, നമ്മളുടെ സംസ്കാരത്തിൻ്റെ പൈതൃകം കേടുകൂടാതെ നിലനിർത്താൻ സംരക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആൻഡ് ഗിവ് എംഫസിസ് ടു സയൻറ്റിഫിക് റിസർച്ച്, നമ്മളിവിടെ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഊന്നൽ കൊടുക്കേണ്ടത്. ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ നമ്മളുടെ പൈതൃകത്തെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ വി നീഡ് ടു എൻഷുർ ദ കൺസർവേഷൻ ഓഫ് അവർ കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ഗിവ് എംഫസിസ് ടു സയൻറ്റിഫിക് റിസർച്ച്. ശാസ്ത്രീയമായ രീതിക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. അത്തരമൊരു രീതിയിലൂടെ നമ്മൾ നമ്മളുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ കേടുകൂടാതെ നിലനിർത്താൻ നമുക്ക് കഴിയുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ദ കൺസർവേഷൻ ഓപ്ഷൻസ് നീഡ് ടു ബി ബേസ്ഡ് ഓൺ. അപ്പോൾ നമ്മളെ മുൻപിൽ കൺസർവേഷന് ഒരുപാട് വഴികളുണ്ട്. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻസ്, എന്ത് തിരഞ്ഞെടുക്കുന്നു അല്ലേ? ദ കൺസർവേഷൻ ഓപ്ഷൻസ്, സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഓപ്ഷൻസ് എന്തായിരിക്കണം? നീഡ് ടു ബി ബേസ്ഡ് ഓൺ. അപ്പോൾ എല്ലാ വസ്തുക്കളും ഒരേ രീതിയിൽ കൺസർവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ രൂപത്തിലുള്ളതുണ്ടായിരിക്കും. ഇപ്പം അത് കൺസർവ് ചെയ്യുന്ന പോലെ മെറ്റൽ കൺസർവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ദ കൺസർവേഷൻ ഓപ്ഷൻസ് നീഡ് ടു ബി, നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൺസർവേഷൻ ഓപ്ഷൻസ്, സംരക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ ചോയ്സുകൾ എന്ത് നോക്കി എങ്ങനെ തിരഞ്ഞെടുക്കണം? ബി ബേസ്ഡ് ഓൺ ആൻ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയ ശേഷമായിരിക്കണം. ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ദാറ്റ് കവേഴ്സ് ദ നോളേജ് ഓഫ് ദി ഫിസിക്കൽ നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾ പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഫിസിക്കൽ നേച്ചർ, അതായത് അതിൻ്റെ ഭൗതികമായുള്ള സ്വഭാവം, അത് ഒരു പേപ്പറിൻ്റെ വസ്തുവാണോ, മരത്തിൻ്റെതാണോ, മെറ്റലാണോ, അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒബ്സർവ് ചെയ്യണം. അതിനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കാരണം അതിനെ പറ്റിയത്, അതായത് പേപ്പർ ആണെങ്കിൽ അതിന് പറ്റിയൊരു കൺസർവേഷൻ മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ വുഡ് ആണെങ്കിൽ അതിന് പറ്റിയത്, മെറ്റൽ ആണെങ്കിൽ. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതും എങ്ങനെ? കവേഴ്സ് ദി നോളേജ് ഓഫ് ദി ഫിസിക്കൽ നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ ഫിസിക്കൽ നേച്ചർ, അതായത് അത് എന്ത് മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതാ, അതിനെന്ത് സവിശേഷതയാണ് ഉള്ളത്, അതാണ് നഷ്ടപ്പെടാതിരിക്കേണ്ടത്. മാത്രമല്ല അത് എങ്ങനെയാണ് അതിന് ഡീക്കേ സംഭവിക്കുക, കാരണം അത് നനഞ്ഞാലാണോ കേടുവരിക, ഏത് രീതിയിലാണ് അതിൽ കേട് സംഭവിക്കാമെന്ന് നോക്കണം. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതി സംഭവിക്കാതിരിക്കാൻ നോക്കാമല്ലോ. അപ്പം അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് ഡീക്കേ, ഏത് രീതിയിലാണ് അതിന് നാശം സംഭവിക്കുന്നത്, ഇത് നോക്കണം. ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ് ആസ് വെൽ ആസ്, അതോടൊപ്പം തന്നെ ഫാക്ടേഴ്സ് വിച്ച് ഇൻഡ്യൂസ് ഓർ കുഡ് ഇൻഡ്യൂസ് ഇറ്റ്സ് ഡീക്കേ, അതിൻ്റെ നാശത്തെ പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സ്. അതായത് എന്തെല്ലാം ഘടകങ്ങളാണ് അതിൻ്റെ നാശത്തിന് കാരണമാവുക, അല്ലെങ്കിൽ അതിൻ്റെ നാശത്തെ ഇൻഡ്യൂസ് ചെയ്യുന്ന, പ്രേരിപ്പിക്കുന്ന, അതിനെ നശിപ്പിക്കാൻ കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടറിഞ്ഞിട്ട് അത് മനസ്സിലാക്കിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് സംരക്ഷിക്കേണ്ട, കൺസർവ് ചെയ്യേണ്ട വസ്തുവിൻ്റെ ഫിസിക്കൽ നേച്ചർ, അതിൻ്റെ ആ ഒരു വസ്തുവിൻ്റെ ശരീരം അത് എങ്ങനത്തെ വസ്തുവാണ്,
അത് എന്തുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കൺസർവേഷൻ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു 2 കാര്യങ്ങൾ, അതായത് പ്രിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ടെക്നിക്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 2 തരത്തിലുണ്ട്, അതായത് സ്ട്രക്ചറൽ കൺസർവേഷൻ ഉണ്ട്, കെമിക്കൽ പ്രിസർവേഷൻ കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് പൂർണ്ണമായും കണ്ട ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.